ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 8ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? ജന്തുജാലങ്ങൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഒരു ചിത്രമുണ്ട്. ചിത്രം എന്തിൻ്റെ ചിത്രമുള്ളത്? മാവിൻ്റെ ചിത്രമാണ്. മാവിൽ നിറയെ എന്തുണ്ട്? പഴുത്ത മാങ്ങകളുണ്ട് അല്ലേ? അപ്പോൾ മാങ്ങ കഴിക്കുന്ന ഒരു കുട്ടി അവിടെ നിന്ന് ആലോചിക്കുക, ഈ മാമ്പഴത്തിനുള്ളിൽ പുഴു എങ്ങനെയാണ് വന്നത്? എങ്ങനെയാ മക്കളെ? എന്താണ് നിങ്ങളുടെ ഊഹം? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് കണ്ടെത്തൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. പഴങ്ങളിൽ വന്നിരിക്കുന്ന ഒരു തരം ഈച്ചയുണ്ട്. അവയുടെ സൂചി പോലെയുള്ള കൂർത്ത ഭാഗത്തിലൂടെയാണ് അവർ മുട്ടയിടുന്നത്. അവർ പഴത്തിൻ്റെ മുകളിൽ വന്നിരുന്ന് അവയുടെ തൊലി തുളച്ചിട്ടാണ് ഉള്ളിലേക്ക് മുട്ടയിടുന്നത്. അങ്ങനെ ആ മുട്ട വിരിഞ്ഞ് ചെറിയ ചെറിയ പുഴുക്കളായി മാറുന്നു. പുഴുക്കൾ ആ പഴത്തിൻ്റെ ഉൾഭാഗം ഭക്ഷിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മക്കളെ പഴങ്ങളുടെ ഉള്ളിൽ പുഴു എത്തുന്നത്. പഴങ്ങളിൽ മാത്രമാണോ പുഴുക്കളുള്ളത്? അല്ല അല്ലേ, മണ്ണിലുണ്ട്, ഇലകളിലുണ്ട്, വെള്ളത്തിലല്ലേ. വെള്ളത്തിലുള്ള ഉദാഹരണമാണ് കൊതുകൊക്കെ. നിങ്ങളുടെ പരിസരത്ത് പലതരം പുഴുക്കളെ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് ഇവ ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഈ പുഴുക്കൾ ഉണ്ടാവുന്നത്? ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാവുന്നത്. ഏതൊക്കെയാണ് മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾ? പൂമ്പാറ്റ, നിശാശലഭങ്ങൾ, ഈച്ച, തേനീച്ച, വണ്ട്, ഇതുപോലെയുള്ളതാണല്ലേ. ഇനി ഇവിടെ ചിത്രം നോക്കിക്കേ. ഓരോ ജീവികളും അതിൻ്റെ മുട്ടകൾ അല്ലേ, എങ്ങനെയാണ് അതിൻ്റെ ആദ്യ രൂപം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഓരോ ജീവിയും ആദ്യം അത് മുട്ടയിട്ട് മുട്ട പുഴുവായി മാറി, ആ പുഴുവാണ് പിന്നെ മാറി 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 വന്ന് അതിൻ്റെ അമ്മയുടെ രൂപത്തിലേക്ക് മാറുന്നത് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് പൂമ്പാറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൂമ്പാറ്റ ഇലകളിലൊക്കെ പോയി മുട്ടയിട്ട് അത് വിരിഞ്ഞ് ചെറിയ പുഴുവായി മാറി, പുഴു പിന്നെ മാറി മാറി വന്നാണ് പൂമ്പാറ്റയെ പോലെ ആവുന്നത്. മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. നമുക്ക് എന്തൊക്കെ എഴുതാം? നേരത്തെ എഴുതിയില്ലേ? പൂമ്പാറ്റ, കൊതുക് എഴുതാം, അതുപോലെ തന്നെ കുഴിയാന, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഇനി ഇവിടെ ഒരു ചിത്രം നോക്കിക്കേ. എന്തിൻ്റെ ചിത്രമാണിത്? കുഴിയാനയുടേതാണല്ലേ. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ? കുഴിയാനയ്ക്ക് പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ആദ്യം ഇവിടെ ചിത്രം നോക്കിക്കേ. ആദ്യം മുട്ട വിരിഞ്ഞ് ലാർവ അല്ലേ, ലാർവയുടെ ആ ഒരു പേരാണ് കുഴിയാന കേട്ടോ. ലാർവ രൂപമാണ് കുഴിയാന എന്ന് പറയുന്നത്. ചെറിയൊരു ജീവിയാണ് അല്ലേ. അത് പിന്നെ എന്താവുന്നു? പ്യൂപ്പയാവുന്നു. പിന്നെയാണ് അതൊരു പ്രാണിയായിട്ട് മാറുന്നത്. ആൻലയൺ ലേസ് വിങ് എന്നാണ് അപ്പോൾ അതിൻ്റെ പേര്. അപ്പോൾ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ? ഇല്ല അല്ലേ, ഒരു സാദൃശ്യവുമില്ല. കുഴിയാന ഒരു ചെറിയൊരു ജീവിയാണ്. മാതൃജീവി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രാണിയാണ് അല്ലേ. കുഴിയാനയ്ക്ക് പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആൻലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻലയൺ എന്നാണ് ഈ കുഴിയാനകൾക്ക് പേര്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ചിത്രത്തിലുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി രൂപാന്തരണം. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെ രൂപാന്തരണം എന്നാണ് പറയുന്നത്. ഈ ഒരു ചിത്രം തന്നെ അതിനൊരു ഉദാഹരണമാണ് അല്ലേ. കുഴിയാനയോട് ഒരു സാമ്യവും ഇല്ല അതിൻ്റെ മാതൃജീവിക്ക്. അപ്പോൾ അങ്ങനെ മാറി മാറി വരുന്ന ഘട്ടത്തിനാണ് പറയുന്നത്? രൂപാന്തരണം എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിൽ വളർച്ചാഘട്ടങ്ങളുള്ള മറ്റേതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? ഏതൊക്കെ പറയാം? പൂമ്പാറ്റയും കൊതുകും തേനീച്ച തവള അതൊക്കെ പറയാല്ലേ. അതൊക്കെ എന്താണ്? പിന്നെ മാതൃജീവിയുമായിട്ട് ഒരു സാമ്യവും ഇല്ലാതെ വളർന്ന് വളർന്ന് വന്ന് ആ ഒരു രൂപത്തിലേക്ക് മാറുന്നതാണ്. ഇനി ഇവിടെ ഒരു ചിത്രം തന്നത് നോക്കിക്കേ. പാറ്റക്കുഞ്ഞുങ്ങൾ പാറ്റയെപ്പോലെ തന്നെയാണോ? അല്ല അല്ലേ. പാറ്റക്കുഞ്ഞുങ്ങളെ എന്താ വിളിക്കുന്നത്? നിംഫ് എന്നാണ് വിളിക്കുന്നത്. നിംഫ് വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ച എത്തിയ ജീവിയായി മാറുന്നു. ഇതിനിടെ അതിൻ്റെ പുറം ചട്ട പലതവണ പൊഴിച്ചു കളയുന്നു.
അപ്പോൾ എങ്ങനെയാണ് പൂർണ്ണ വളർച്ച എത്തിയ പാറ്റ മുട്ടയിടുന്നു, എന്നിട്ട് ആ മുട്ട എങ്ങനെയാ നിംഫാകുന്നു, ആ നിംഫ് വളർച്ച പ്രാപിച്ച് ആണ് പൂർണ്ണ വളർച്ച എത്തിയ പാറ്റയായിട്ട് മാറുന്നത് അല്ലേ. അപ്പം അത് രണ്ടിൻ്റേതും രൂപസാദൃശ്യം സെയിം അല്ല അല്ലേ, രണ്ടും ഒരുപോലെയല്ല. അപ്പോൾ പാറ്റ കുഞ്ഞുങ്ങളെയാണ് കേട്ടോ നിംഫ് എന്ന് പറയുന്നത്. പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റ് സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു. അതിനാൽ ഇവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. ഉദാഹരണത്തിന് എന്താണ്, ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചിലയിനം കീടങ്ങളെ അകറ്റും. അപ്പോൾ നമുക്കറിയാമല്ലേ, കൃഷിയിടങ്ങളിലും പിന്നെ നമ്മളൊരു പച്ചമുളകിൻ്റെ തൈ നട്ടാൽ തന്നെ അതിൻ്റെ ഇലകളൊക്കെ പുഴുക്കൾ വന്ന് തിന്നും അല്ലേ. നമുക്ക് ഒരു അടുക്കള തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. അധിക ചെടിയുടെയും പിന്നെ തൈയുടെയും ഇലകളിൽ എന്താണ്, പുഴുക്കൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൃഷിയിടങ്ങളിൽ ഇടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ കീടബാധ കുറയ്ക്കാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. എന്തുകൊണ്ടാണ് മക്കളെ? ചെണ്ടുമല്ലി ഉണ്ടാകുന്ന രാസവസ്തുക്കൾ ചിലയിനം കീടങ്ങളെ നശിപ്പിക്കും അല്ലേ. ആ ഒരു ആൻസർ അവിടെ നിങ്ങൾക്ക് എഴുതാം. ഇതുപോലെ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് ചർച്ച ചെയ്യൂ. പുകയില കഷായം തളിക്കാം, വേപ്പെണ്ണ എമൽഷൻ തളിക്കാം അല്ലേ. അടുത്തത് എന്താണ്, കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. ഏതൊക്കെയാണ് ഇവിടെ നിന്ന് തന്നിട്ടുണ്ട്. തണ്ടുതുരപ്പൻ പുഴു, പിന്നെയോ കൊമ്പൻ ചെല്ലി, പുൽച്ചാടി, വെട്ടുകിളി തുടങ്ങിയവ അല്ലേ. അടുത്തത് എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ചില സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ചിത്രങ്ങളാണ് അല്ലേ. ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, ഗ്രാമ്പൂ, കറുവപ്പട്ട. ഇതൊക്കെ മക്കൾക്ക് സുപരിചിതമായിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ. ധാന്യങ്ങൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അല്പം സുഗന്ധ വ്യഞ്ജനങ്ങളും ഇടാറുണ്ട്. ഇത് എന്തിനായിരിക്കും? സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രത്യേക ഗന്ധം കീടങ്ങളെ അകറ്റുന്നു. കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. അതായത് എന്തിൻ്റെ ചെടിയാണോ കീടങ്ങൾ നശിപ്പിക്കാൻ വരുന്നത് ആ ചെടി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ്. അത് ആ കീടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ആ ചെടി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത് കേട്ടോ. ഇനി പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമാണോ? അവ പറയുന്നത് നോക്കൂ അല്ലേ. നമുക്ക് ഉപദ്രവം മാത്രമാണോ പുഴുക്കൾ ചെയ്യുന്നത്? ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്, ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. പുഴുക്കൾ ആഹാരമാക്കുന്ന ഒരുപാട് ജീവികളുണ്ടല്ലേ. അപ്പോൾ പുഴുക്കളില്ലെങ്കിൽ എന്താണ്, നമുക്ക് നമ്മുടെ ചെടികൾ നശിക്കുന്നത് മാത്രമല്ല ഗുണങ്ങളുണ്ട്, അവയ്ക്കൊന്നും നിലനിൽപ്പില്ല. ആ പുഴുക്കളെ കഴിക്കുന്ന ജീവികൾക്കൊന്നും നിലനിൽപ്പില്ല അല്ലേ. പിന്നെയോ ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. പുഴുക്കളാണ് പൂമ്പാറ്റയായിട്ടൊക്കെ മാറുന്നത് അല്ലേ. അപ്പോൾ ആ പൂമ്പാറ്റയാണ് പൂക്കളിൽ പരാഗണം നടത്തുന്നത്. അപ്പോൾ പുഴു ഇല്ലെങ്കിൽ എന്താണ്, പൂമ്പാറ്റയില്ല, പിന്നെ പൂക്കളില്ല. പരാഗണം നടന്നാലല്ലേ ഒരുപാട് പൂക്കൾ ഉണ്ടാവുള്ളൂ. പിന്നെ ചത്ത ജീവികളും ഭക്ഷണാവശിഷ്ടങ്ങളും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നു. അതൊരു മെയിൻ പോയിൻ്റ് ആണല്ലേ. അപ്പോൾ പുഴുക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് മൂന്നും മക്കൾക്ക് എഴുതാട്ടോ. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. ആവാസ വ്യവസ്ഥയുടെ സന്തുലനത്തിന് പുഴുക്കളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ലഘു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് നോട്ട്സ് ആക്കിയിട്ട് ഇടാട്ടോ. അപ്പോൾ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അടുത്തത് എന്താണ്, ചെറുപ്രാണികൾ ഭക്ഷണത്തിന്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, ചൈനയിലൊക്കെ നമ്മളോരോ വീഡിയോസിലൊക്കെ കാണാം അവർ പ്രാണികളൊക്കെ ഭക്ഷിക്കുന്നത്. ചിലർ ജീവനോടെ തന്നെയാണല്ലേ മസാലയിലൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ അത് വല്ലതും കഴിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിൽ ഉണ്ട്. വർണ്ണച്ചിറകുള്ള പ്രാണികൾ നോക്കിയാലോ.
ഏതൊക്കെയാണ്? വർണ്ണച്ചിറക് എന്ന് പറഞ്ഞാൽ പല നിറത്തിലുള്ള അല്ലേ, പല നിറത്തിലുള്ള ചിറകുള്ള പ്രാണികളാണ്. പ്രാണി കുടുംബത്തിലെ ഒരു വിഭാഗമാണ് ചിത്രശലഭങ്ങൾ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന എത്ര ചിത്രശലഭങ്ങളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? ചിത്രങ്ങൾ നിരീക്ഷിച്ച് ശലഭങ്ങളെ തിരിച്ചറിയാനാണ്. നമ്മൾ ഒരുപാട് ശലഭങ്ങളെ കാണാറുണ്ട് അല്ലേ, പൂമ്പാറ്റകളെ കാണാറുണ്ട്. പക്ഷെ നമുക്ക് പേരൊന്നും അറിയില്ലല്ലേ, പുള്ളിപ്പൂമ്പാറ്റ, മഞ്ഞപ്പൂമ്പാറ്റ, നമ്മളങ്ങനെ പേരിട്ട് വിളിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇതിൻ്റെ ഒറിജിനൽ പേരുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വിലാസിനി, പിന്നെ അതിന് താഴെ മഞ്ഞപ്പാപ്പാത്തി, അതിന് താഴെ ബുദ്ധമയൂരി, പിന്നെ ഗരുഡശലഭം, വരയൻ കടുവ, പിന്നെ കരിയില ശലഭം അല്ലെങ്കിൽ അരളി ശലഭം എന്നൊക്കെ പറയും. അപ്പോൾ ഇത്രയും ശലഭങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. അടുത്തത് നോക്കാം. ഇനി ഇവിടെ കൂടുതൽ ശലഭങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കാൻ പറയുന്നുണ്ട്. അവയുടെ സവിശേഷതകൾ കൂടെ എഴുതണം. പിന്നെ ചില ശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ശലഭങ്ങളുടെ പേരുകൾ നോക്കാം നമുക്ക്. നാരകശലഭം, അരളി ശലഭം, വെള്ളിലത്തോഴി, എരുക്കുതപ്പി അല്ലേ, എന്തൊക്കെ പേരുകളാണ്. ഈ ശലഭങ്ങൾക്ക് ഈ പേരുകൾ വന്നത് എന്തുകൊണ്ടാവാം? ചർച്ച ചെയ്യൂ. ഈ ശലഭങ്ങൾ ആ ഇലയായിരിക്കും കഴിക്കുന്നുണ്ടാവുക. ഏതിലയാണോ ഇവ കഴിക്കുന്നത് ആ ഇലയുടെ സാമ്യപ്പെടുത്തിയിട്ടായിരിക്കും ഇവയ്ക്ക് പേര് വന്നിട്ടുണ്ടാവുക. ഇനി ശലഭങ്ങളുടെ നിലനിൽപ്പിന് എന്തൊക്കെ വേണം? തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിദ്യാലയത്തിലും ഒരു ശലഭോദ്യാനം നിർമ്മിക്കൂ. അടുത്തത് നിശാശലഭങ്ങൾ. ശലഭങ്ങളെ എപ്പോഴൊക്കെയാണ് കാണുന്നത്? രാത്രികാലങ്ങളിൽ കാണാറുണ്ടോ? എന്താണ് അവയുടെ സവിശേഷതകൾ? ശലഭങ്ങളെ എല്ലാ സമയത്തും നമുക്ക് കാണാൻ പറ്റുമല്ലേ പൂന്തോട്ടത്തിലൊക്കെ. എന്നാൽ രാത്രി സമയത്ത് കാണുന്നത് ചുരുക്കം ചില ശലഭങ്ങളെ മാത്രമാണ്. അപ്പോൾ രാത്രി കാണുന്ന ശലഭങ്ങളെയാണ് നമ്മൾ നിശാശലഭങ്ങൾ എന്ന് പറയുന്നത്. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാവാറില്ല. അത് ചിറകുകൾക്ക് വർണ്ണഭംഗിയില്ലാത്ത ശലഭങ്ങളാണ് അല്ലേ നിശാശലഭങ്ങൾ. മിക്ക ശലഭത്തിനും വർണ്ണഭംഗി ഉണ്ടാവാറില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശിനികളാണുള്ളത്. ഒരു തരം നിശാശലഭ ത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണെന്ന് എഴുതാം. ഇനി വെങ്കണനീലി, അതും ഒരു ശലഭമാണ് കേട്ടോ. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറത്തിലുള്ള ശലഭമാണ് വെങ്കണനീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റു സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. പകൽ കാണുന്നുള്ളൊരു പ്രത്യേകതയാണ് ഇവയ്ക്കുള്ളത്. പക്ഷേ നിശാശലഭങ്ങളുടെ സവിശേഷതകളാണ് ഇവയ്ക്കുള്ളതൊക്കെ. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാത്രി കാണുന്ന ശലഭങ്ങളുടെ കൂട്ടത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെങ്കണ മരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. വെങ്കണനീലി എന്ന പേര് വന്നത് വെങ്കണമരത്തിൻ്റെ ഇലകളിൽ ഇവ മുട്ടയിടുന്നത് കൊണ്ടാണ്. അടുത്തത് ചെറുജീവികളുടെ ലോകം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെല്ലാം ചെറുജീവികളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? ഏതൊക്കെ അറിയാം മക്കളെ? ഒരുപാട് അറിയാമല്ലേ. കുഞ്ഞു കുഞ്ഞു ജീവികളുടെ പേരുകൾ, ചിത്രത്തിലെ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തൂ. ഇവ ഏതൊക്കെയാണ്? ഉറുമ്പുണ്ട്. പിന്നെ ഉറുമ്പ് തന്നെ ഏതാണത്? ചോണനുറുമ്പാണ് അല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെയോ തേളുണ്ട്, പിന്നെ പഴുതാര, പേനുണ്ട്, ഡ്രാഗൺ ഫ്ലൈ, കടന്നൽ, ചിലന്തി അല്ലേ. ഇത്രയും ജീവികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ചെറുജീവിയാണല്ലോ ഉറുമ്പ്. ഉറുമ്പിനെ നമുക്ക് എല്ലായിടത്തും കാണാം അല്ലേ. എല്ലാ ഉറുമ്പുകളും ഒരേ തരത്തിൽ പെട്ടതാണോ? അല്ല. എത്ര തരം ഉറുമ്പുകളെ നിങ്ങൾക്കറിയാം? പേരുകൾ എഴുതൂ. ചോണനുറുമ്പ്, കട്ടുറുമ്പ്, പുളിയുറുമ്പ്, മരയുറുമ്പ്, നെയ്യുറുമ്പ്. ഇനി പല ധർമ്മങ്ങൾ സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. അതായത് കൂട്ടത്തോടെയാണ് ഉറുമ്പുകൾ ജീവിക്കുന്നത്. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകളെ ഒരു കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവർ ഒരു കൂട്ടമായിട്ടാണ് ജീവിക്കുക. ആ ഒരു കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെ കാണാം? മുട്ടയിടുന്ന ഉറുമ്പുകളെയും ഭക്ഷണം ശേഖരിക്കുന്നവരെയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്നവരെയും ഒക്കെ ഈ 3 ജോലികൾ
ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകളെയും നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ കാണാൻ പറ്റും. അടുത്തത് ചിറകുള്ള ഉറുമ്പുകൾ. ഇനി മക്കൾ കണ്ടിക്കണോ ചിറകുള്ള ഉറുമ്പുകളെ? അപ്പോൾ ഉറുമ്പുകൾ പറയാം ഇനി ഞങ്ങൾക്കും പറക്കാം എന്നല്ലേ. എപ്പോഴാണ് ചിറക് വരുന്നത് ഉറുമ്പിന്? നിങ്ങൾ ചിറകുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് ഉറുമ്പുകൾക്ക് ചിറക് മുളയ്ക്കുന്നത്? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്താണ് ഉറുമ്പുകൾക്ക് ചിറക് മുളയ്ക്കുന്നത്. ഇനി ഉറുമ്പുകളെ നിരീക്ഷിക്കാം. നമുക്ക് ചുറ്റുപാടുമുള്ള ഉറുമ്പുകളെ നിരീക്ഷിച്ചാലോ? എന്തെല്ലാം നിരീക്ഷിക്കാം? ഉറുമ്പുകളുടെ നിറം, വലിപ്പം, വാസസ്ഥലം, ആഹാരം, ആഹാര സമ്പാദന രീതി, പിന്നെയോ സഞ്ചാരം, ഇവയൊക്കെ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് നിരീക്ഷിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു പതിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സമൂഹമായി ജീവിക്കുന്ന മറ്റേതെല്ലാം ചെറു ജീവികളെ നിങ്ങൾക്കറിയാം? ചിതലുണ്ട്, തേനീച്ചയുണ്ട്, കടന്നൽ പോലുള്ളവയൊക്കെ കൂട്ടമായിട്ട് ജീവിക്കുന്നവയാണ് കേട്ടോ. ഇനി പ്രാണികളുടെ ശരീരം. പ്രാണിയുടെ ശരീരഭാഗങ്ങളായ സ്പർശനികൾ, കാലുകൾ, ചിറകുകൾ, കണ്ണുകൾ എന്നിവ നിരീക്ഷിക്കൂ. ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ, എന്തെല്ലാം സവിശേഷതകളാണ് ഈ ശരീരഭാഗങ്ങൾക്കുള്ളത്? ആദ്യത്തേത് സ്പർശിനികൾ. സ്പർശിനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മുൻഭാഗത്ത് ഒരു നൂല് പോലെ അല്ലെ, ഒരു കൊമ്പ് പോലെയൊക്കെ കാണുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ സ്പർശിനികൾ. ആൻറ്റിന എന്നൊക്കെ പറയുന്നത് അത് മണത്തിനും സ്പർശനത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇനി കാലുകളാണെങ്കിലോ, കാലുകളുടെ പ്രത്യേകത എന്താണ്? ദീർഘദൂരത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ചിറകുകൾ ഭക്ഷണവും പുതിയ ആവാസ വ്യവസ്ഥകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രാണികളെ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ചിറകുകളാണ്. പിന്നെ കണ്ണുകളാണെങ്കിൽ വലിയ കണ്ണുകളാണുള്ളത്. അത് എല്ലായിടത്തേക്കും കാഴ്ച നൽകുന്നുണ്ട്. പിന്നെ മറ്റ് പ്രാണികൾക്കും ഈ സവിശേഷതകളുണ്ടോ? ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ് അതുപോലുള്ള പ്രാണികൾ? വെട്ടുകിളിയും ചീവീടും ഒക്കെ ഇതുപോലെ പ്രത്യേകതയുള്ള ജീവികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.